പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. കാലത്ത് അതിരാവിലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഇളം വെയിൽ വന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര സുഖം. നമുക്ക് കേട്ടാ നമ്മുടെ വീട്ടിലേക്ക് പ്രേമനും രായിയും കൂടി തന്നിട്ടുള്ളതാണ്. നാടകം കളിക്കാനായിട്ട് പോയതാ. അതെന്താന്ന് പറഞ്ഞൊരു നാടകം ഉണ്ട് കേട്ടാ. സരിതേൻ്റെ പേരെന്നിട്ടാ? നാടകത്തിൻ്റെ പേരല്ല, ഈ ചെടിയുടെ പേര് അഗ്ലോണിമ. അപ്പോൾ ഒരു അതെന്താന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. ഞങ്ങൾ ഇന്നാൾ പറഞ്ഞല്ലോ. അപ്പം അതിൽ ഒരു ചെടിച്ചട്ടി വേണം. അപ്പം നാടകത്തിന് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം കൊണ്ടുവരണമല്ലോ. അപ്പോൾ പ്രേമനും രായും കൂടിയിട്ട് അവരെ വീട്ടിലുണ്ടായിരുന്ന ഈ അഗ്ലോണിമേനെ അക്കാദമിയിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്. കുറേ സ്റ്റേജുകളിൽ കുറേ പേര് അവതരിപ്പിച്ചിട്ടുള്ള നാടകമാണ് ഈ അതെന്താ. നമ്മുടെ സുനിലേട്ടനും പ്രതാപേട്ടനും കൂടിയിട്ട് പിന്നെ ആരാണ് സത്യജിത്ത്, മോനും അങ്ങനെയൊക്കെ അവതരിപ്പിച്ചു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നാടകം അമ്മയും മോളും അച്ഛനും മോനുമായിട്ടാണ് ഇത്രയും കാലം അവതരിപ്പിച്ചിരുന്നത്. അമ്മയും മോളും അവതരിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രേമേട്ടൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ജയന്തിയേച്ചിയും പ്രേമേട്ടൻ്റെ മോളും നന്ദയും കൂടിയിട്ട് അത് കഴിഞ്ഞ ഞായറാഴ്ച അവതരിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ സാധനം. അപ്പോൾ പ്രേമേട്ടൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നത് തിരിച്ചു പോകുമ്പോൾ അവർക്കിത് വേണ്ടാന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളത് കാറിൻ്റെ ഡിക്കിയിലെടുത്ത് വെച്ച് കൊണ്ടുവന്നതാ. ഇത് നമ്മുടെ അവിടെ ഇല്ലേ ആ കാർ, അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയതിൻ്റെ അവിടെ ഒരു ഇടുക്ക്, അതിൽ നിറച്ചന്ന് ഇങ്ങനത്തെ കുറെ കഷ്ണങ്ങളാക്കിയിട്ടേ ഒരു എണ്ണം വാങ്ങിയിട്ട് കുറെ കഷ്ണങ്ങളാക്കി പിടിച്ചിട്ട് എന്തിനു നിൽക്കണേ. അത് നമ്മുടെ സനീഷ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ചാർലീനും പേളീനും അവിടെ പൂട്ടിടുമായിരുന്നു. അപ്പം അവര് ഇത് തണുപ്പ് കിട്ടാനായിട്ട് അവിടെ ഇട്ട് മാന്തി അതിൽ കിടന്ന് അവിടത്തെ എല്ലാതും പോയി. പക്ഷെ അത് ഈ കളറല്ല, ശരി. ഇത് കൊറേ വെറൈറ്റി ഉണ്ട്, ചിലപ്പോ അതാവും. നല്ല റോസ് കളറിലുണ്ട്. മറ്റേ മാഷിന്റെ വീട്ടില് പ്രേമന്റെ പാപ്പന്റെ ഇതിന്റെ വലിയ ഇലകളൊക്കെ ഉണ്ട്, വലിപ്പുള്ള ഇലയൊക്കെ. ഇങ്ങനെ നുറുക്കിയിട്ട് അവിടെ നടാന്ന് വിചാരിച്ചോണ്ട്. നുറുക്കിയിട്ട് അല്ല, നുറുക്കിട്ടല്ല, ഞാൻ പാല് കൊടുക്കട്ടെ രണ്ടാൾക്ക്. ഒരുത്തൻ പാല് കിട്ടാനായിട്ട് നോക്കിയാ ഒരുത്തൻ ചാർലി നോക്കിയേ പാല് വേണാ, പാല് വേണാ. ഇമ്രാൻ പാടാ, ചാർലി ഇമ്രാൻ. ബിസ്ക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കായിരുന്നു പാലിലേക്ക്. തൊടരുത് കേട്ടാ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോ അത് അലിഞ്ഞു കഴിഞ്ഞാലേ ചാർലിക്ക് കറുമുറുന്നെ ബിസ്ക്കറ്റ്. ഇനി രണ്ടാളും കുടിച്ചോ, കുടിച്ചോ ചാർലി, ഇതേ അത് കുടിച്ചോ. ചാർലിക്ക് ഓരോ നേരം കാലൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അതല്ല, പാലൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുക. കാലത്ത് മഴയൊക്കെയല്ല. അപ്പൊ ചാർലിക്ക് നേരൊരു ചൂടുണ്ടെങ്കിൽ വരെ ബുദ്ധിമുട്ടാ. അപ്പൊ ചാർലി അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് പതുക്കെ നാവിന്റെ തുമ്പ് മുട്ടിച്ചു നോക്കി ചൂട് ഓക്കെ ആണോന്ന് കിട്ടുക. അവന് തളച്ചതായാലും കഴിക്കാൻ അതൊന്നും അറിയില്ല. അതിന് തീറ്റ എന്നുള്ളൊരു വിചാരം മാത്രല്ലോ. പിന്നെ ചടുപിടുത്തന്നെ കുടി കഴിയുകയും ചെയ്യും. ഇതിന് നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കില്ലോ എന്ന് പറയുന്നത് മനസ്സിലായ അവരുടെ രീതി അതാണ്. അല്ല, സിംഹം നോക്കി എത്രയും വലിയ ശരീരമുള്ള ആളല്ലേ. സിംഹം നമുക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, അധികം സമയം കുടിക്കില്ല. ഇങ്ങനെ ഇതേപോലെ ഒരു 3-4 ഇത് അവർക്ക് അത്രയും വെള്ളം മതി. ആ സമയം സസ്യപൂക്കൾക്ക് കണ്ടമാനം വെള്ളം കുടിക്കണം. പശുവൊക്കെ ഉണ്ടല്ലോ ഒരു വട്ടയില് വെള്ളം കുടിക്കുന്ന നിറച്ച്, ആന വെള്ളം കുടിക്കുന്നുണ്ട്. ആ സമയം ഈ വിറ്റങ്ങളുടെ ആമാശയം വെള്ളം അത്രയ്ക്ക് വേണ്ടെന്നുണ്ട് വിറ്റങ്ങൾക്ക്. അത് മാംസബുക്കുകൾക്ക് വേണ്ട. ഇമ്രാൻ കഴിഞ്ഞു. ഇമ്രാൻ വേഗം കഴിഞ്ഞിട്ട് ഇമ്രാൻ ചാർലിയുടെ പാത്രത്തിലേക്ക് നോക്കിയിരിക്കും. ചിലപ്പോ അവിടെ ഇരിക്കും. ഇനി കുറച്ച് ജഗ് നീ നിന്നടാ. ചാർലി ബാക്കി വെക്കാറുണ്ട്. അങ്ങനെ എങ്ങാനും ബാക്കി വെച്ചിത്തിരി കിട്ടും. അവിടെ ഇരിപ്പിരിക്കും ചിലപ്പോ ആള് കാത്തു കെട്ടി നിൽക്കാനല്ല കേട്ടാ. സാധാരണ അങ്ങനെയാണ് പതിവ്. ഇന്നിപ്പോ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ മാംസബുക്കുകൾക്ക് സരിത അധികം വെള്ളം വേണ്ട. സസ്യബുക്കുകൾക്ക് കണ്ടമാനം വെള്ളം വേണം. കാത്തിരിക്കണം ഇല്ല, ഒരു രക്ഷയുമില്ല. ചാർലി മാറിപ്പോയിപ്പോൾ അവൻ അതിൽ നക്കാൻ പോയി. ഇനി വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ചെടി എവിടെയാണ് പറഞ്ഞ കറക്റ്റ് സ്ഥലം പറഞ്ഞ തണലത്ത് ആ ഒരു ഭാഗത്ത് നടാം. ഏത് ആ മണ്ടല്ല? അതിന് മറ്റേ കത്രിക എടുത്തിട്ടുണ്ടോ? ഒക്കെയുണ്ട്. എവിടെയാണ്? ഈ മണ്ടയിൽ നടണല്ലേ. ഇവിടെ കുറെ പുറ്റും കുറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൈയിടണ്ടാവും. അവിടെയൊക്കെ പൊത്തുണ്ട്. അല്ല, പുറ്റൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ട്. അല്ല, അതിലൊക്കെ വെള്ളം നിറഞ്ഞു. ഭദ്രമായി കയ്യിൽ പിടിക്കുക. ആ വേരിന്റെ താഴത്ത് വെച്ചിട്ട് കെട്ടിയതോ? അല്ല, അത് ഇങ്ങനത്തെ സാധനമാണ്.
ഭയങ്കര വിലയാണ് ഈ സാധനത്തിന് അല്ലേ? ഇത് എന്ന് പറയുന്നു. 2 വേണേ നമുക്ക് പിന്നെ പോകുമ്പോൾ ഒരു 2 കട വാങ്ങിക്കാം. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് ആളുകളെ ഇഷ്ടം പോലെ ഈ സാധനം. ആളുകളുടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് എന്തിട്ടായാലും ഞാൻ പറഞ്ഞതല്ല, 1-2 ചെടിയോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് അറ്റം വരെ വെക്കാളെ കിട്ടുന്നു. ഇതുപോലെ അല്ല ഈ ഇളകളൊക്കെ ഈ സാധനല്ലേ, ഈ തണ്ട് വന്ന് ഇനി മുളയ്ക്കും. ഇത് കട പറക്കണ്ട, ഈ ചട്ടി ഇങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ ഇതിന്റെ അടിയില് ഒന്ന് പൊക്കിയിട്ട് കണ്ട, ഇതിനൊക്കെ ഇളകളുണ്ട് കണ്ട. അത് പൊട്ടിക്കണ്ടെന്നോ? അല്ല, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് വെക്കാം. അപ്പൊ എത്രണ്ണായി ഇപ്പളാ? ഇപ്പൊ 4, 5, 6 6. അപ്പൊ 7 കൊണ്ടുവരൂ. അപ്പൊ നമ്മളിവിടെ മറ്റേ ഈ ചെത്തി നട്ടിട്ട് എങ്ങനെ വലിയ വലിയായിട്ട് ചെളി തെറിക്കണം. അപ്പൊ ഇനി അതെ, ആ ഒരു ഭാഗത്ത് ഈ പുല്ല് പിടിക്കണില്ല, ഈ ഒരു ഭാഗത്തേക്കും പുല്ല് പിടിക്കണില്ല. ഇവിടെ ഈ മഹാഗണിയുടെ ഭയങ്കര തണലായി, 3 മഹാഗണിയുടെ കൊണ്ടുപോവാ. അപ്പൊ ഇങ്ങനെ ഈ സൈഡില് ഈ ചെടി എന്തൊരു ഭംഗിയല്ലേ അത് കാണുമ്പോ. അല്ല, ഇതിനി ഇവിടെ നിറയും. ഈ ഒരു ഭാഗത്ത് മൊത്തം കുറച്ച് നാളുകൾക്കുള്ളിൽ ഇതിങ്ങനെ ഇതിന്റെ ഇളകളൊക്കെ വരുന്നിടത്ത് എനിക്ക് ഇങ്ങനെ വന്നിട്ടേ ഈ അറ്റം വരെ ആകുമ്പോ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പൂവുണ്ടാവില്ല എന്ന് മാത്രം. പൂ വേണ്ട, ഇതിന്റെ ഇല കാണാൻ നല്ല ഭംഗിയല്ലേ. അത് കട്ട കുത്തി നിറച്ചതിന് വേര് പോണോടത്തൊക്കെ നിറയുമ്പോഴേ ബെസ്റ്റ് മണ്ണ് അവിടുത്തെ. ഇതിന്റെ ഉള്ളിലാണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന. പറഞ്ഞ അവനെ 1-2 ചെടിയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നിട്ട് അവനത് ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടേ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിന്റെ ഉള്ളിൽ നിറച്ച്. ഇതിങ്ങനെ നിറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വെച്ച. പക്ഷെ നമ്മുടെ ചാറലും പേളിയും കൂടി മുഴുവൻ നശിപ്പിച്ചു. വേനൽക്കാലത്ത് വീട്ടിലേക്ക് നല്ല തണവ് ഇടണേ നായ്ക്കൾക്ക്. അതല്ല അത് ലാസ്റ്റ് വെക്കാം. കാരണം ഇതിന്റെ ഒരു ഭംഗി മനസ്സിലായില്ല എനിക്ക്. വെക്കുന്നതേ ഇങ്ങനത്തെ ഇലകളായിട്ട് നമുക്ക് അയ്യോ എന്തേ കുഴിയ ചെറുതായിട്ട് അതവിടെ മറ്റേ പൊത്തുകളാണ് കുഴിയേ. അതായത് ഇവിടെ ഉറുമ്പിന്റെ കൂടുകളാണതേ. ഇത് പെട്ടെന്ന് വലുതാവും. ആള് ചെറുതാ, നല്ലോണം ഉണ്ട്, വേര് അടിപൊളിയായിട്ടുണ്ട്. ബെസ്റ്റ് മണ്ണാണേ ഈ ഉറുമ്പ് കൂട്ടി വെച്ചിട്ടുള്ള മണ്ണല്ലേ. അതായിരുന്നു നല്ല മണ്ണാ. കൊണ്ടുപോവാ. ഇവിടെ കല്ലുണ്ട്, ചെറിയ കല്ലിനെ മാറ്റാം. നല്ല ഭംഗിൻ്റെ അവിടെ ഞാൻ കുറവായിട്ടായി പറയാനല്ലോ ഭംഗിൻ്റെ. ഇത് പിടിച്ചേ. അതൊക്കെ ചെയ്യണേലും മുന്നേ ഇങ്ങനെ ഭംഗി ഉണ്ടാവുന്ന പറയാം. ഒരു കൂട്ടാനാണെ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും പറയും ഇത് ഭയങ്കര ടേസ്റ്റ്. അല്ല, അത് ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ രസമുണ്ടായി തോന്നിക്കും. അതുകൊണ്ടാണ് ഇത് കൗതുകം ലേശം കൂടുതലാ ചേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ലാസ്റ്റ് അവിടെ പൈപ്പ് പോണ്ടിട്ടാ ഇവിടെ ഇല്ലേ, കറണ്ടിന്റെ പൈപ്പേ പോണ്ട്. അപ്പൊ ഇനി കുറച്ച് ചെടികളുണ്ട് വാങ്ങിച്ചിട്ട് നമുക്ക് അറ്റം വരെ എത്തി. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമ്മുടെ ചെടി നല്ലത് കഴിഞ്ഞു. ഇനി അവിടെ വരെ നടാനായിട്ടുള്ള സാധനം ഇല്ല, ഇത് വാങ്ങിച്ചിട്ട് വേണം. ഇനി പറമ്പിൽ ഇത്തിരി പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റോട്ടിലേക്ക് പോണെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണില്ലേ, ഞാൻ അടുക്കളയിൽ ഒരു കുറച്ച് പണിയുണ്ട് എനിക്ക്. രാവിലത്തെ ഫുഡിനുള്ളത് കുഞ്ഞൊരു സിമ്പിൾ ഭക്ഷണം അത് വെച്ചിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം. മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും, നേന്ത്രപ്പഴം. മുട്ട 2 പാത്രത്തിലാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ കോഴികൾ അധികം മുട്ട ഇടണില്ല, ഇത് ഇത്ര ഉള്ളു ആകെ.
കണ്ട, ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടാ. ഇതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണതിനനുസരിച്ചിട്ട് നമുക്കേ മോളിൽ നിന്ന് ഇങ്ങനെ വരും എന്നാണ് അതിൽ കണ്ടത്. എത്ര മുട്ട പുഴുങ്ങണം? കണ്ടത് വരുന്നില്ലല്ലോ. നമുക്ക് ആദ്യം വെച്ചത് കിട്ടില്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ അടുക്കി വയ്ക്കും, മേലെന്ന് എടുക്കുമ്പോൾ ഏറ്റവും അടിയിലത്തെ അവിടെ ഇരുന്ന് ലാസ്റ്റ് കേടാവും അത്. ഇതാവുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരും. ഇത് പിന്നെ വാങ്ങിക്കണം മുട്ടയേട്ടാ. അത് നമ്മുടെ ഇമ്രാനും ചാർലിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വയ്ക്കണതാ. ഇത് വെക്കട്ടെ പുഴുങ്ങ. അല്ല ചേട്ടൻ തൊട്ട പറമ്പിൽ ചെയ്യാൻ പോണ അവിടെ ഈ മുട്ടിനൊപ്പം വെള്ളത്തില് കൊള്ളിക്ക് മണ്ണിടണ്ടേ. കൊള്ളിയൊക്കെ വെള്ളത്തിലല്ലേ നിക്കണേ, പിന്നെ എവിടെ നിന്ന് മണ്ണെടുത്ത് നടാൻ അല്ല മണ്ണിടാന ചേട്ടൻ? കൈക്കോട്ട് കൊള്ളണ്ട. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. കൊള്ളിക്ക് മണ്ണിടാം. ഈ കള്ളിയില് ഫ്രണ്ടിൽ നടന്ന അതൊക്കെ ചേട്ടൻ വലിച്ചു കളഞ്ഞു കേട്ടാ, കൊങ്ങണി. അത് വലിച്ചിട്ട് ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ മൂല എന്ന് പറഞ്ഞത് എപ്പോഴും ഭയങ്കര വെയിലാ. അപ്പോ ഇവിടെ അതിങ്ങനെ വളർന്ന് കാടാവാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നമുക്ക് വെട്ടി ഇങ്ങനെ നിർത്താം. ഇവിടെ ചെത്തികൾ വെച്ചിട്ടുണ്ട്. കടടക്കം കടയൊക്കെ അല്ല തലയൊക്കെ ചെത്തി കളഞ്ഞിട്ടേ അടിപൊളിയായിട്ട് വെച്ചു. അപ്പം ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് എല്ലാവർക്കും എണീക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സഞ്ചി എടുത്താണ്ട് ഇറങ്ങും. എന്തിനാ സഞ്ചി എടുത്ത് ഇറങ്ങുന്നത്? ഇറച്ചി വാങ്ങിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങുക. നമ്മൾ പിന്നെ അങ്ങനെ ഞായറാഴ്ച ഇറച്ചി വാങ്ങിക്കണം അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. ചില ദിവസം ചേട്ടൻ പറയും ഞായറാഴ്ച അല്ല സരിത ഇറച്ചി വാങ്ങിക്കാല്ലേ. അപ്പോൾ നമ്മുടെ കൊള്ളിയിലവിടെ നമുക്ക് വെള്ളമില്ല. അപ്പോൾ നമുക്ക് കൊള്ളിക്ക് മണ്ണിടലാണ് എൻ്റെ പരിപാടി. ആ സോളയൊക്കെ നിറഞ്ഞ് തേട്ടി കണ്ട, ഇവിടുത്തെ വെള്ളം പറ്റി കണ്ട, നല്ല പളശ്ശേരി കൊള്ളിക്ക്. കൊള്ളിക്ക് വെറുതെ മണ്ണിടണേ. ഇതിനൊക്കെ വെയിൽ ഉദിക്കണ്ട, പക്ഷെ എന്തൊരു ചൂടാല്ലേ. അടുത്ത മഴക്കാര് പൊന്തോടും. അയ്യോ, ഒരു ചക്ക നോക്കിയാ, ഈ ചക്ക നോക്കിയേ പഴുത്തു കണ്ട കണ്ട. അയ്യോ, ആർക്കും ചക്ക വേണ്ട. എന്തിനിടണേ? അതുപോലെ അതല്ലെങ്കിൽ അടിപൊളി ചപ്പിളി കുപ്പിളി. ആകെ നാശമായി. തെങ്ങിൻ്റെ ഇടയ്ക്ക് പോട്ടെ. ഈ കൊള്ളിക്ക് വളരേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നന്നായി വെണ്ണൂറും ഇതൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വെറുതെ നന്നായി മണ്ണിട്ട് കൊടുക്കുക, കടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പണി. മഴ വരുന്നില്ലേ സരിത? മഴ വരുന്നില്ലേ? മഴ വരുന്നുണ്ട്. കുറേ ദിവസമായി ഈ കൈക്കോട് എടുത്ത് കളച്ചിട്ടേ. 2 ദിവസം കൂടി മഴ എന്നിട്ട് ഇപ്പൊ 8 ദിവസം കൂടി മഴ എന്നായില്ലേ. നീ എന്തുട്ടാ കാലത്തേക്ക് വെച്ചോണെന്ന് പറഞ്ഞത്? ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു, പഴം. ഞാൻ ആ അതിന്റെ തീ കെടുത്തിട്ട് വരാം. മുട്ടയായിട്ടുണ്ടാവും. നമ്മുടെ ഈ പപ്പിയൊക്കെ പോയി. ചേട്ടന്റെ പശ്ചിമഘട്ട മലനിരകളൊക്കെ ഒലിച്ചു പോയി തുടങ്ങി. ആ, അതൊന്നും ഒലിച്ചു പോയില്ല സരിത. അല്ല, മലനിരകൾ സമതലങ്ങളായി തുടങ്ങി. ഒരു ചേച്ചി പറഞ്ഞേ കോവക്കായ പൊട്ടിക്കാൻ ഈ ചാണം ഇത്രക്ക് ഇതിൽ ലെവലിൽ നിൽക്കല്ലേ. അപ്പൊ അവിടെ 2-3 വെട്ടുകല്ല് ഇങ്ങനെ ഗ്യാപ്പിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മള് കോവക്കായ പൊട്ടിക്കാൻ വളതുള്ളു ചേട്ടാ. എന്തൊരു വെയിലായിരുന്നു തന്നെ. നല്ല വെയിലായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. കാലാവസ്ഥക്കാർ നാളെ പറഞ്ഞു 4 ദിവസമാണ് മഴ എന്ന് പറഞ്ഞു. ഇപ്പൊ അവർ നീട്ടി. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മേഘങ്ങള് ഇത് അവർക്ക് ഇതൊക്കെ അറിയണ്ടേ, ജനങ്ങളെ അറിയിക്കണ്ടേ. പെട്ടെന്ന് മാറി മറിയല്ലേ. നമ്മുടെ ഈ കൊള്ളിയിൽ അടിപൊളിയല്ലേ സരിത? ആ, ഇവിടുന്ന് ഓടേണ്ട വരും.
ഇന്നേ അല്ല ചേട്ടന്റെ പപ്പകളൊക്കെ പോയി. ആ വാഴയോ? വാഴയ്ക്ക് ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാവണ്ടിരുന്നാ മതിയായിരുന്നു. എല്ലാം കൊലച്ചതാ തന്നെ. ഞങ്ങള് എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇന്ന് ഉച്ചരിഞ്ഞ് നാടകം കാണാൻ, രക്തരക്ഷസ് നാടകം കാണാനായിട്ട്. രക്തരക്ഷസ് നാടകം കലാനിലയത്തിന്റെ നാടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജിലേക്ക് ഹെലികോപ്റ്റർ വരും, കാറ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചെറുപ്പത്തിൽ കുഞ്ഞീതായിരിക്കുന്ന ടൈമിൽ അച്ഛനാണ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുക. കലാനിലയത്തിൻ്റെ നാടകമുണ്ട്, ആ നാടകം കാണേണ്ടതാണ്. മഴ പെയ്ത് വരുന്നു. ഓടണം. വഴിക്ക് വീഴും. ആയം പോലെ നടന്നാ മതി. കൊണ്ടാലും കുഴപ്പമില്ല. ഇല്ല, ഒരു ആവേശത്തിന് ഇറങ്ങിയതായിരുന്നു. ഇവിടെ ആരുമില്ലേ? പിന്നെ കണ്ടല്ലോ ചേട്ടൻ ചേച്ചി. അവിടേക്ക് കയറിക്കാം. നല്ല മഴ. അല്ലും ചേട്ടൻ നേരത്തെ വരണ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ ചേട്ടൻ പറഞ്ഞില്ലേ അല്ല ചേട്ടൻ ഇറച്ചി വാങ്ങിച്ചു വന്നു പറഞ്ഞില്ലേ? ആ എന്നാ അല്ല ചേട്ടൻ ഇറച്ചി വാങ്ങിക്കാൻ പോയതല്ല, പണിക്ക് പോയിട്ട് വരണതായിരുന്നു. 5 മണിക്ക് പോയിരുന്നു നേരത്തെ. കൊക്കാലക്ക് റിട്ടയർ ചെയ്താലോ കൊക്കാലിക്ക് പോയി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ. പക്ഷെ ഇപ്പോഴേ തന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട് വളായിരുന്നു ഒന്ന് ഗോതമ്പ്. അല്ല വളമൊന്നും നമുക്ക് പരിചയമില്ലാത്ത സാധനങ്ങളല്ലേ. ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് അതൊക്കെ സൂക്ഷിച്ചോളോ, മാസ്ക് വെച്ചോളോ എന്നൊക്കെ. അതിന്റെ ഒക്കെ സ്മെല്ലേ മണം. എനിക്ക് വേണ്ട, ഇതാർക്ക് എടുത്ത് വെച്ചാണതാ. ചേച്ചി കുടിക്കാനല്ല, ചേച്ചി അത് കുഴപ്പമില്ലേ, ചേച്ചി കൊടുക്ക്. ആ കാര്യം ഇങ്ങോട്ട് സോൾവ് ആക്കാലോ. ഇവിടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇഷ്ടം പോയിന്റ് ഇവിടെ. ഞാൻ തരാം, ഇതിന് തരാം. എനിക്കൊന്നും വേണ്ട, വേണ്ട. ജഗ്ഗുവിന് വലിയ ദോശ ഉണ്ടാക്കണം, ദോശയും ബീഫും. പനി മാറി, പക്ഷെ ഇന്നിപ്പോ കാലത്ത് എണീറ്റപ്പോ ഒരു ചുമ ഇടയ്ക്ക്. മഴ പോയി എന്റെ കളയനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു അവസരം തരാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ മഴയാണ്. ശരി ജ്യൂസ്. ചേച്ചിക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ മനസ്സിലായിരുന്നു ഇപ്പം ഇങ്ങോട്ട് എത്തുന്നു. ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാവൊക്കെ ചേച്ചി പുറത്തേക്ക് എടുത്ത് വെച്ച് നമ്മളിപ്പോ എത്തുന്നു മനസ്സിലായി. മഴ പെയ്യുമ്പോ നിർബന്ധിച്ചു. നീ കുടിക്കാന്നാ? തണുപ്പതാ, തണുപ്പതാ. നീ ഇപ്പൊ കുടിക്കണ്ട. ഇപ്പൊ ചുമ ഉള്ള കാരണേ ജഗുവിന് ക്ഷീണമാകാം. ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാറില്ല, അല്ലെങ്കിൽ അടിക്കുന്ന നേരത്ത് വന്നാ കൊടുക്കുള്ളൂ. നല്ല തണുപ്പുണ്ട്. പറയേ ഒന്നുകൂടി കലക്കിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ചോദിക്കുന്നോട്. വേണ്ട 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 വേണ്ട, രണ്ടാളും കൂടി കുറച്ചല്ലേ കുടിച്ചു. മതി അല്ല ചേട്ടാ, മതി അല്ല ചേട്ടാ. ഒരു ആഗ്രഹം വേറെ ക്ലാസ് ഉണ്ട് അതുപോലെ കൊടുക്കാൻ. ഇതിൽ തന്നെ എടുത്തോ, വേറെ ക്ലാസ് എടുക്കണ്ട, ഇതിലേക്ക് തന്നെ എടുത്തോ. ആ ഞാൻ മറച്ചതാ. ഒരെണ്ണം കൂടി കലക്കിട്ട് തരുന്നോട്ട് എനിക്ക്. അത് എനിക്ക് കുറച്ച് മതി 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 കുറച്ചുകൂടി കുറച്ചുകൂടി. ഞാൻ കണ്ടില്ലേ എന്നിട്ടുണ്ടായേ കുറച്ച് 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 കുറച്ചല്ലേ, കുറച്ചും കൂടി വെച്ചോ. അതുപോലെ നെയ്യ് ദോശയിലേക്കൊക്കെ അടുത്ത് വെച്ചതാവൂല്ലേ. നല്ല രസമാണ് ജ്യൂസ്. പഞ്ചസാര തൊട്ടുണ്ടാവില്ല. അല്ല ചേട്ടൻ ജ്യൂസ് അടിക്കണ പോലെ അടിക്കണം എന്ന് പറഞ്ഞിട്ടേ എന്നിട്ടാണ് 2 ക്യാരറ്റും ആപ്പിളും ഇതൊക്കെ എടുത്തിട്ട്
1.5 ഗ്ലാസ് കിട്ടിയുള്ളൂ ജ്യൂസ്. ചേട്ടൻ പറയും ഇത് മോതല്ല ഞങ്ങള് സിട്രസ് അടിക്കുന്നത്. അത് ജഗ്ഗു എന്നിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് അത്. അതിന്റെ രസം ഒന്നും കിട്ടില്ല. അതെന്തൊരു സാധനം സിട്രസ് എന്ന് പറയണത്? ഓറഞ്ചിന്റെ തന്നെ മറ്റേ മഞ്ഞ വലുതല്ലേ? ലുലു കാണാം. അത് നല്ല ഭംഗിയിലുള്ള ഓറഞ്ച്, ഉള്ളിലത്തെ വലിയൊരു തിന്ന രസമില്ലാത്ത. പക്ഷെ ജ്യൂസ് ഭയങ്കര രസതിന്റെ. ജഗ്ഗു എന്നിട്ട് പറഞ്ഞു അയ്യോ വലിയച്ഛന്റെ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു സിട്രസ്. എന്നിട്ട് വേറെ മറ്റേ അതിനെ മറ്റേ ഈ നാഗ്പൂര് ഓറഞ്ച് എന്നല്ലേ പറയാ? സിട്രസ് എന്ന് പറയുള്ളൂ. അതെ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോന് 5 എണ്ണല്ലോ. 5 എണ്ണം അടിച്ചാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഇതാ ഒരു ലേശം കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ 3 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അടിക്കുന്നു 300. ഒരു വാങ്ങിക്കുന്ന കാരണം അയാള് 100 രൂപ തരുന്നേ. ബാക്കിയുള്ളടത്ത് 120, 140 ഉള്ളോ അതിന് വില. അങ്ങോട്ട് വന്ന അകത്തേക്ക് വന്ന നീ. ഏയ് അതല്ല, ഞങ്ങള് ജ്യൂസ് അടിക്കുന്ന ഐറ്റംസ് കാട്ടിയപ്പോ നട്ട്സിന്റെ അടിക്കുന്ന ഇപ്പൊ അടിക്കുന്ന സാധനങ്ങൾ കണ്ടോ കംപ്ലീറ്റ് പുതിയ ഐറ്റംസ്. പുതിയ ഐറ്റംസ് അതിൽ കൂട്ടിട്ട് ഇപ്പൊ ഒരു 10-12 തരാണ് കാലത്ത് അടിക്കുന്ന. ഇത് മാത്രം വെള്ളത്തിലൊഴിച്ച് കഴിക്കുള്ളൂ. ബാക്കി ഈ 5 തരം ഇപ്പൊ അതിലിട്ട് അടിക്കാനുള്ള സാധനങ്ങളാ. അതിൽ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർക്കോ? അണ്ടിപ്പരിപ്പ് ഇത് അതുണ്ട്. അതില് പിന്നെ ചേർക്കണാന്ന് ലാസ്റ്റ് ചേർക്കണ സാധനങ്ങളാണ് ഇതപ്പടി. ചേട്ടത്തിന് ഒരു ദിവസം അത് അടിച്ചോളൂ ജ്യൂസ്. ആപ്പിളും ABC ജ്യൂസ് ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് ഇനി തൊട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്പിള് ക്യാരറ്റ്. മറ്റേ വേറെ കാര്യമുണ്ട് ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഷാൻജിയോരെ ചാനൽ ഉണ്ടല്ലോ. ABC ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് കൂടിയിട്ട് മിക്സിയിൽ ഒരുമിച്ച് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കലാണ് അവൻ ചെയ്യുന്ന ജ്യൂസ്. ഇത് നമ്മള് ജ്യൂസറിലെ നീര് മാത്രം എടുത്തു. അപ്പൊ ആകെ 1.25 ഗ്ലാസ് കിട്ടിയത്. കൊറേ എടുത്തിട്ടേ 3 പേർക്കപ്പൊ കുടിക്കണമെങ്കിൽ കൊറേ വേണല്ലോ. ഞാൻ 5 കിലോ ക്യാരറ്റ് വാങ്ങിച്ചത്. 5 കിലോ ക്യാരറ്റ് 5 കിലോ ബീട്രൂട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു ദിവസത്തേക്കില്ല. ഇപ്പൊ ഒരു ദിവസത്തേക്ക് ഇപ്പൊ ആരും ആക്രാത്ത കാട്ടി കുടിച്ചു കൊടുത്തു എല്ലാവരും. ഇപ്പൊ ദിവസം 1 ഗ്ലാസ് കുടിക്കണല്ലോ. അപ്പൊ ഇത് 1 ഗ്ലാസ് സിട്രസ് വേറെ അടിക്കട്ടാ, അത് വേറെ അടിക്കുന്നത്. അതുമാതിരി കാലത്ത് നട്ട്സിന്റെ ഈ സാധനം ഉച്ചക്ക് ഇത് അടിപൊളി. നീ കായക്കോട്ടെ കളക്കാം. കൂടി കൂടി ഇപ്പൊ 10-12 തരാന്ന് പറയാ കാലത്തെ ജ്യൂസിന്. അത് അടിച്ചാ പറ കുടിക്കണ്ട ചേച്ചി. കുടിക്കണനുസരിച്ച് ചോറ് കുറച്ചാ അവിടെ തുടങ്ങി സരിത്തിൽ നിന്ന്. ഇന്ന് ഞാൻ പല്ലേച്ചിട്ടാ വന്നേ. പല്ലേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എവിടെ ചേട്ടൻ കണ്ടില്ലേ ആദ്യം തിന്നും, പിന്നെ 10-11 മണി നമ്മളെ പല്ലേക്കും. അതെ. ജഗ്ഗുന്നാള് ഇമ്രാന്റെ ഒക്കെ വായ പരിശോധിച്ചിട്ട് പറയും ഇവരുടെ പല്ലൊക്കെ എന്ത് വെളുപ്പാന്ന്. ഒരു പല്ലൊന്നാക്കില്ല. ബീഫ് ചേച്ചി കഴിച്ചോട്ടെ. അതിന്റെ ദോശയും ബീഫും അടിപൊളിയല്ലേ സരിത? ഞാൻ ബീഫ് മാത്രം കഴിച്ചോണേ. ഇന്നലെ വെച്ചതാ. ചേച്ചി കുക്കറിൽ വെക്കാറില്ലല്ലോ. വേവ് ഇത്തിരി ആവാൻ വേണ്ടിട്ടല്ലേ. ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഇങ്ങോട്ട് വരാൻ പറയാത്തത്. ഉച്ചതിരിഞ്ഞ് ഞാൻ എന്നോട് പറയാം. അപ്പൊ ഞാനിവിടെ പണി കഴിഞ്ഞിട്ട് വരും. അല്ല ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ പറഞ്ഞാൽ മതി. അപ്പൊ അവനോട് വരാൻ പറയാം. അവനായിട്ട് ഇവിടെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലോ ഉള്ളു. ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഓ മഹേശ്വരിയിലത്തെ പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആട്ടല്ലേ ചേട്ടാ. മഹേശ്വരിയിലത്തെ അലങ്കാരം ഇതൊക്കെയും കണക്കന്നെ. അല്ല ഇത് നല്ല മൊരിഞ്ഞിട്ടില്ലേ ചേട്ടാ? അടിപൊളി. അവൻ വേണമെങ്കിൽ അതൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അവൻ എന്തായാലും കടയിൽ വയ്ക്കാൻ വെള്ളയപ്പവും പൊറോട്ടയൊക്കെ വാങ്ങിക്കണം. അപ്പൊ അല്ലാതെ അവൻ തന്നെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് വാങ്ങിക്കാൻ പോണ്ടല്ലോ. നൂൽ പൊറോട്ട വേണോന്ന് ചോദിച്ചു. അപ്പൊ തുന്തൊരു നാളെ വന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്തിട്ടൊക്കെ ഫുഡ് ഐറ്റംസ് വേണം. എന്തിനാന്ന് അല്ല റിട്ടയർമെന്റിന്റെ പരിപാടിക്ക് അടുത്ത തിങ്കളാഴ്ച 30-ാം തീയതി ജഗ്ഗുവിന്റെ പിറന്നാളാണെന്ന്.
ബർത്ത്ഡേ അന്ന് എന്തായാലും ഇറച്ചി സാധനങ്ങൾ കഴിക്കാം. അല്ല അത് ഇതാ ഡേറ്റ് ഓഫ് ബർത്താ 30-ാം തീയതി. നാളിന്റെ അന്നല്ല കഴിക്കാൻ പാടില്ല. ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് ഇറച്ചി മീനൊക്കെ കഴിക്കാൻ ധൈര്യമായിട്ട്. അല്ല നീ അവന്റെ കേക്ക് മുറുക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് മുറിച്ചോട്ടെ നിങ്ങള്. അതിന്റെ ഒപ്പം തന്നെ അല്ലേ? നീ മുറുക്കില്ല, നീ മുറുക്കിന്റെ നിന്റെ കേക്ക് ഞാൻ അല്ല ചേട്ടൻ മുറിച്ചോ. അതന്നെ കേക്ക് വാങ്ങിക്കാം, നമുക്ക് മുറിക്കാം, ആഘോഷിക്കാം അതിന്റെ ഒപ്പം പിറന്നാള്. ഇനി ഞാൻ 2 കഷ്ണം തിന്നട്ടെ. ഒരു ദോശയും കൂടിയുള്ളോ? കായ്ക്കോട്ട് കളയ്ക്കണം. പണിയെടുക്കണം. പണിയെടുക്കാണ്ട് അത് ഈ ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല ചേട്ടാ ക്ഷമിച്ച് നിക്ക, മറുപടി പറയാണ്ട്. പറഞ്ഞു കഴിഞ്ഞാലേ ഇതിൽ കൂടിപ്പോവും, അത് കാരണം ക്യാമറ ഓഫ് ആക്കിട്ട് പറയാന്ന്. മതി. ഇന്നത്തെ കൂട്ടാൻ ഇതാ ബീഫാ. എന്തൊരു മീനാ? എവിടെ ചാള കിട്ടിയേ? ഇല്ല ചേച്ചി, ഇരുമ്പുളി കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അയില കൂട്ടാൻ വെച്ചു. ചേച്ചി ഇരുമ്പുളി അയില വെക്കില്ലേ, അതിന്റെ ഓർമ്മ ഒന്നും എനിക്ക് ഇരുമ്പുളി കണ്ടപ്പോ എനിക്ക് കൊതിയായിട്ട്. എന്നിട്ട് 2-3 ദിവസം അന്വേഷിച്ചിട്ട് കിട്ടിയായില്ല. 400 രൂപ വില അയിലേക്ക്. ചാള എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയാലേ ചേട്ടന്? കളച്ചിട്ട് നമുക്ക് കളയാൻ പോകാം. മതിയോ ജഗ്ഗുനെ? വലിയ വായിക്ക് ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. ബീഫ് കഴിച്ചതിന് ദഹിച്ചില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണോ? തോന്നുള്ളേ. അപ്പൊ കഴിക്കണ്ട, തോന്നുള്ളേ കഴിക്കണ്ട. അപ്പൊ അവിടെ പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് ആര് കഴിക്കാതെ ഇവിടെ എടുത്തിട്ട് വരണം വെച്ചാ. ശരി എന്നിട്ട് കിണ്ണ കാലി കിണ്ണ ഞാൻ ഒരെണ്ണ തിന്നുള്ളൂ. ഞാൻ എന്റെ കാലത്തെ ഭക്ഷണം വേറെയല്ല ചേട്ടാ. ഞാനിപ്പോ ഇങ്ങനത്തെ കഴിക്കാറില്ല. ഞാൻ ഓട്സ് കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. ചോറ് നിർത്തി വയറ് ചാടിയിട്ട്. കായിട്ടുണ്ട് ഇതില്. ആ അടുത്ത മഴ ചേട്ടാ, അടുത്ത മഴ വരുന്ന സൗണ്ട്. മഴക്ക് ചേട്ടൻ പണിയെടുക്കാൻ അനുവദിക്കില്ലാന്ന്. അല്ല ചേട്ടാ കഴിച്ചാ? ഇപ്പഴാ ചോദിക്കണല്ലേ ചേട്ടാ കഴിച്ചോന്ന്. ചേച്ചി കഴിക്കണ ഞാൻ കണ്ടു. ഇനി എന്നാ പല്ല് മുറുക്കാൻ പോണേ? വന്നോ? അപ്പൊ വേന ഉണ്ടാവും അല്ലേ? അപ്പൊ ഫുഡ് കഴിഞ്ഞു. ഇനി ഒരു 1 hour കഴിഞ്ഞിട്ട് അതെ മഴ പെയ്തു, കളയ്ക്കാനുള്ള മൂടൊക്കെ പോയി. വയറിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ വീണ്ടും ഒരു മഴ പെയ്തു. അവിടെയാണ് നമുക്കൊരു ഷെഡ് ഇല്ല. പലരും പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഷെഡ് കെട്ടിയുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ, അതിന്റെ ഉള്ളിൽ കയറുന്നതന്നെ. അതിന്റെ ഉള്ളിൽ കയറുന്നതന്നെ. ഇനിയിപ്പോ സരിതയാണെങ്കിൽ അവിടെ നേന്ത്രപ്പഴം, അത് നല്ല നാടൻ നേന്ത്രപ്പഴം പുഴുങ്ങിയതും നമ്മുടെ വീട്ടിലത്തെ കോഴികളിട്ട കോഴിമുട്ട പുഴുങ്ങിയതും ഉണ്ട്. രണ്ടും ഉണ്ട്. അതിന് കഴിക്കണമല്ലോ. അത് കഴിക്കാനാണെങ്കിൽ എനിക്ക് വയറില്ല. കളയ്ക്കാനാണെങ്കിൽ ഒരു മൂടുമില്ല. എന്തൊരു ചെയ്യാ? ചേട്ടന്റെ വിലാപം കേട്ടിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. പണിയെടുക്കല് നടന്നില്ലെങ്കിലും ഫുഡടി നടന്നു കറക്റ്റായിട്ട് അല്ലേ? അല്ല, അതിനൊക്കെ ഓരോ നിമിത്തങ്ങളുണ്ട്. നമ്മളിപ്പോ കളയ്ക്കാൻ വരണത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കളയ്ക്കാൻ വരുമ്പോ 2 മണിക്കൂർ കളയ്ക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയം ഉണ്ടാവും.
മുൻകൂട്ടി മുൻകൂട്ടി നിശ്ചയുണ്ടാവും 2 മണിക്കൂർ കളക്കണമെന്ന്. ഇതിപ്പോ നമുക്ക് 5 മിനിറ്റ് കളയ്ക്കാൻ നമുക്ക് നിശ്ചയമുള്ളൂ. അതുകൊണ്ടാണ് ഈ 5 മിനിറ്റ് കളച്ചത്. അതിന്റെ ഫുഡ് ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണം എന്നുള്ളത് തീരുമാനമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. എല്ലാം മുൻകൂട്ടി ഒരാള് മുകളിലിരിക്കുന്ന ഒരാള് നിശ്ചയിച്ചിട്ടുണ്ട്. മഴ വീണ്ടും അങ്ങനെ ഓടി കയറേണ്ടി വരും. ഉച്ചക്കിലത്തി കൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം.